ഓഹരി ഇടപാട് നടത്തുന്ന ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹം അതിൽ നിന്നും ലാഭമുണ്ടാക്കണമെന്നാണ്. എങ്ങനെയുള്ള ലാഭമാണ് അവർ പ്രതീക്ഷിക്കുന്നത്? എന്നെങ്കിലും ലഭിക്കുന്ന നേട്ടമാണോ? സത്യത്തിൽ അവരാഗ്രഹിക്കുന്നത് സ്ഥിരമായി നേട്ടമുണ്ടാക്കാനാണ്. എന്നാൽ ട്രേഡർ എന്ന നിലയിൽ സ്ഥിരമായി ലാഭമുണ്ടാക്കുന്നവർ വളരെ കുറവാണ്. തുടർച്ചയായി നേട്ടമുണ്ടാക്കുന്ന അപൂർവം ചില ട്രേഡർമാർ കണ്ടേക്കാം. എന്തായിരിക്കും ആ കൂട്ടരുടെ വിജയരഹസ്യം? വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് വിജയിക്കുന്നത്. ഓഹരി വിപണിയിൽ വിജയത്തിന്റെ രഹസ്യം മനഃശാസ്ത്രപരമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർക്ക് ഡഗ്ലസ് എഴുതിയ ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന കൃതിയുടെ മലയാളം സംഗ്രഹമാണ്. അമേരിക്കയിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഓഹരി നിക്ഷേപവും ട്രേഡിംഗും ആരംഭിച്ച മാർക്ക് തന്റെ അനുഭവങ്ങളുടെ പിൻബലത്തിൽ കൂടെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഓഹരി നിക്ഷേപത്തിലെ അശാസ്ത്രീയമായ വിൽക്കൽ വാങ്ങൽ വഴിയും അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതശൈലി കൊണ്ടും 1980കളിൽ അദ്ദേഹത്തിന്റെ സ്വത്തിൽ ഏറിയ പങ്കും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇൻഷുറൻസ് കമ്പനി വിട്ട അദ്ദേഹം ഒരു ഷെയർ ബ്രോക്കറായി ചിക്കാഗോയിലെ മെറിൻ ലിഞ്ച് കമ്പനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തന്റെ അനുഭവത്തിൽ നിന്നും അദ്ദേഹം വളരെ വലിയ പാഠം ഉൾക്കൊണ്ടു. ഓഹരി വിപണിയിലെ വിജയത്തിന് മനഃശാസ്ത്രപരമായ സമീപനമാണ് ആവശ്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 1982 തന്റെ ആദ്യ കൃതിയായ ദ ഡിസിപ്ലിൻഡ് ട്രെയിനർ രചിച്ചു. താൻ മനസ്സിലാക്കിയ കാര്യം വളരെ എളുപ്പത്തിൽ എഴുതി പിടിപ്പിച്ച് ഒരു ബുക്ക് 6-7 മാസങ്ങൾ കൊണ്ട് എഴുതാനിരുന്ന അദ്ദേഹം ആ കൃതി പുറത്തിറക്കിയത് 1990ലാണ്. 7.5 വർഷമെടുത്തു തന്റെ ദൗത്യം താൻ ഉദ്ദേശിച്ച രീതിയിൽ പുറത്തിറക്കാൻ എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനിടയിൽ ധാരാളം വ്യക്തികൾക്കും ചെറിയ നിക്ഷേപ ഗ്രൂപ്പുകൾക്കും ബാങ്കുകൾക്കും അദ്ദേഹം ഓഹരി സംബന്ധമായ ക്ലാസുകളും ട്രെയിനിങ്ങും നൽകാൻ പോകുമായിരുന്നു. അതിനായി നിരന്തരം റിസർച്ചുകളും പഠനങ്ങളും ആവശ്യമായി വന്നു. നീണ്ട 17 വർഷമാണ് അദ്ദേഹത്തിന് തന്റെ മേഖലയിൽ പഠനത്തിനായി മാത്രം മാറ്റിവെക്കേണ്ടി വന്നത്. യഥാർത്ഥ വിജയമന്ത്രം മനസ്സിലാക്കാനായി ട്രേഡിംഗിനെ മനഃശാസ്ത്രപരമായി സമീപിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹത്തിന് തന്റെ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലായി. അടിസ്ഥാനപരമായി നമ്മുടെ പൊതുചിന്തയിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. മനസ്സിന്റെ ചില പ്രവർത്തനങ്ങളും വിപണിയുടെ പെരുമാറ്റവും ചേർന്നു പോകുന്നതല്ല എന്നതാണ് കാര്യം. സ്വന്തം വ്യാപാരത്തിൽ വിശ്വാസമുള്ളവർക്ക്, എടുക്കുന്ന തീരുമാനങ്ങളിൽ സംശയത്തിന്റെ ലാഞ്ചനയില്ലാത്തവർക്ക് തങ്ങളുടെ വ്യാപാരത്തിൽ വിജയിക്കാൻ സാധിക്കും. ഇവിടെ വ്യാപാരം എന്ന് പറയുമ്പോൾ ഷെയർ ട്രേഡിംഗ് ആണെന്ന് എടുത്തു പറയേണ്ടല്ലോ. തന്റെ കഴിവിൽ, അറിവിൽ വിശ്വാസമുള്ളപ്പോൾ വിപണിയുടെ ചാഞ്ചാട്ടത്തിൽ പരിഭ്രമിക്കേണ്ട കാര്യം നല്ല നിക്ഷേപകനില്ല. വിപണിയിൽ നേട്ടം കൊയ്യാനുള്ള അവസരങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നു. അല്ലാതെ വിപണി ഇടിഞ്ഞു, തകർന്നു, തരിപ്പണമായി എന്നൊക്കെയുള്ള വാർത്ത മാത്രം ഉള്ളിലേക്കെടുത്ത് അവർ വിഷമിക്കുന്നില്ല. 3 കാര്യങ്ങൾ ലേഖകൻ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1, വിപണിയിൽ അടുത്തതായി എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ അറിയേണ്ടതില്ല. ആ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല നിങ്ങൾ നേട്ടമുണ്ടാക്കേണ്ടത്. 2, വിപണിയിൽ എന്തും സംഭവിക്കാം. 3, ഓരോ നിമിഷവും അമൂല്യമാണ്, എന്നുവെച്ചാൽ യുണീക്ക് ആണ്. എന്തുകൊണ്ട്? ഓരോ നിമിഷവും പുതിയ സാഹചര്യങ്ങളാണ്, പുതിയ അനുഭവങ്ങളാണ് എന്നത് തന്നെയാണ് കാര്യം. അപ്പോൾ വ്യാപാരം നടക്കാം, നടക്കാതിരിക്കാം. ഇതിൽ ഏത് സംഭവിച്ചാലും നമ്മൾ പുതിയ അനുഭവത്തിനായി, പുതിയ സാഹചര്യത്തിനായി കാത്തിരിക്കുകയാണ് വേണ്ടത്. ക്രമേണ ഈ ക്രമരഹിതമായ സാഹചര്യത്തിൽ നിന്നും നിരവധി വ്യാപാര അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ചിലതൊക്കെ നഷ്ടമാവാം, ചിലതൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവരാം. എന്നാൽ കുറെ കഴിയുമ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിച്ചാൽ നേട്ടമുണ്ടാക്കാനാകുമെന്ന് നിങ്ങൾക്ക് തനിയെ ബോധ്യമാവും. കാരണം നിങ്ങൾക്ക് പല അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെ ക്രമരഹിതമായ പുനരാവിഷ്കരണമാണ് നിങ്ങൾ വിപണിയിൽ നേരിടുന്നത്. അണ്ടർസ്റ്റാൻഡ് ദിസ് റിയാലിറ്റി ആൻഡ് ദെൻ യു വിൽ സെർട്ടൻലി നോ വാട്ട് ടു ഡു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. ഇപ്പോൾ സ്വയം വിശ്വാസമില്ല. താൻ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ എന്നറിയാതെ വിശ്വാസമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഊഹങ്ങൾക്ക് തലവെച്ച് കൊടുക്കുന്ന രീതി, അത് അപകടമാണ്. ഓഹരി വിപണിയിൽ ഒരു പ്രത്യേക വിജയ ഫോർമുല നൽകുകയല്ല ഈ കൃതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകരം മനഃശാസ്ത്രപരമായി എങ്ങനെ വിപണിയുടെ നേട്ടങ്ങൾ നേടിയെടുക്കാം എന്നാണ് നോക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തം നിക്ഷേപ വ്യാപാര രീതികൾ കണ്ടേക്കാം. എന്നാൽ അതിനെ മനഃശാസ്ത്രപരമായി വിലയിരുത്തുമ്പോൾ ആ മാർഗത്തിന്റെ വിശ്വാസ്യത കൂടും. അതുതന്നെയാണ് ഈ കൃതിയുടെ ലക്ഷ്യവും. ഏറെ കൗതുകമുണർത്തുന്ന ഈ കൃതി പുതിയ നിക്ഷേപകരെക്കാൾ നിക്ഷേപത്തിന്റെ ബാലപാഠം കടന്ന് നീന്തി തുടങ്ങുന്നവർക്കും നടുക്കടലിൽ എത്തിയവർക്കും ഒരു മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, നമുക്ക് എത്രയും വേഗം ഈ കൃതിയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കാം. ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാനായി 30 ചോദ്യങ്ങളുള്ള ആറ്റിറ്റ്യൂഡ് സർവേക്ക് ഉത്തരം നൽകുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതിൽ എല്ലാ ചോദ്യങ്ങളും എഗ്രി ഓർ ഡിസഗ്രി എന്നോ അല്ലെങ്കിൽ എസ് ഓർ നോ
മറുപടി എഴുതിയാൽ മതി. ശരിയുത്തരമോ തെറ്റുത്തരമോ ഇല്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് സ്വയം വിലയിരുത്തുക മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്പറിട്ട് ഉത്തരങ്ങൾ എഴുതുക. എഗ്രി ഓർ ഡിസഗ്രി അല്ലെങ്കിൽ യെസ് ഓർ നോ എന്ന് മാത്രം എഴുതുമല്ലോ. റെഡിയല്ലേ? 1. ഒരു ട്രേഡർ എന്ന നിലയിൽ ഓഹരി വിപണിയിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയേണ്ടത് അത്യാവശ്യമാണ്. 2. നഷ്ടമില്ലാതെ ഓഹരി വ്യാപാരം നടത്താൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെന്ന് ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നാറുണ്ട്. 3. ട്രേഡർ എന്ന നിലയിൽ പണമുണ്ടാക്കാനായി വിപണിയെ വിലയിരുത്തുക അഥവാ അനലൈസ് ചെയ്യുകയാണ് വേണ്ടത്. 4. നഷ്ടം ഓഹരി വ്യാപാരത്തിന്റെ ഭാഗമാണ്. 5. ഒരു വ്യാപാരത്തിലേക്ക് കടക്കും മുൻപ് തന്നെ അതിലുള്ള റിസ്ക് വ്യക്തമാണ്. 6. വിപണിയിൽ അടുത്തതായി എന്ത് സംഭവിക്കും എന്നൊരു ചിന്ത എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. 7. വിജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലെങ്കിലും ചില വ്യാപാരങ്ങൾ ചെയ്യാൻ മുതിരാറുണ്ട്. 8. എത്ര കൂടുതൽ വിപണിയെ പഠിക്കാൻ സാധിക്കുന്നോ അത്ര എളുപ്പമാണ് ഓഹരി വ്യാപാരം നടത്താൻ. 9. ഇപ്പോൾ വിപണിയിൽ ഇടപെടണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു മെത്തഡോളജി എനിക്കുണ്ട്. 10. എന്റെ നീക്കം പിൻവലിക്കണമെന്ന് വ്യക്തമായ നിർദ്ദേശം ലഭിച്ചാൽ പോലും അത് ചെയ്യാൻ ഞാൻ മടിക്കാറുണ്ട്. 11. വിപണിയിലെ വലിയ ഉയർച്ചകളും താഴ്ചകളും നേരിടുകയും അതിന്റെ ലാഭനഷ്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. 12. ഓഹരി വ്യാപാരം തുടങ്ങിയ സമയത്ത് എനിക്ക് അടിക്കടി നഷ്ടങ്ങൾ ഉണ്ടാകുകയും ലാഭം വല്ലപ്പോഴും മാത്രം നേടുകയും ചെയ്തു. 13. പലപ്പോഴും വിപണി എന്നോട് വ്യക്തിവൈരാഗ്യം തീർക്കുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. 14. മുൻപുണ്ടായ ചില നഷ്ടങ്ങൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും വൈകാരികമായി എന്നെ തളർത്താറുണ്ട്. 15. ലാഭമുണ്ടാക്കുമ്പോഴൊക്കെ അത് പണമായി പിൻവലിക്കുക എന്നത് എന്റെ തന്ത്രമാണ്. 16. വിപണിയിൽ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പാറ്റേൺ കണ്ടെത്തുകയും ആ പാറ്റേൺ നഷ്ടമുണ്ടാക്കാതെ നിങ്ങളെ സംരക്ഷിക്കുന്ന അവസ്ഥ മുൻപ് ഉണ്ടായിട്ടുള്ളതുപോലെ ഇനിയും ആവർത്തിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നു. 17. പലപ്പോഴും ഞാൻ വിപണിയുടെ ഇര മാത്രമാണെന്ന് തോന്നാറുണ്ട്. 18. വ്യാപാരത്തിൽ ഞാൻ സമയക്രമം പാലിക്കാറുണ്ട്. അതായത് ഒരു ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ടുള്ള ട്രേഡിംഗ് നടത്തുകയാണ് പതിവ്. 19. ട്രേഡിംഗിൽ നല്ല മാനസിക വഴക്കം അഥവാ മെന്റൽ ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. 20. വിപണിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് വ്യക്തമായ ധാരണ എനിക്കുള്ളപ്പോഴും അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്താൻ എനിക്ക് കഴിയാതെ വരുന്നു. 21. ഒരു ഓഹരി അതിന്റെ പരമാവധി നേട്ടം ഉണ്ടാക്കിയെന്ന് മനസ്സിലായാലും അത് വിട്ടുമാറാൻ എനിക്ക് മടിയാണ്. 22. ഓഹരി വ്യാപാരത്തിലൂടെ എത്ര പണം നേടിയാലും തൃപ്തി തോന്നാറില്ല. കുറച്ചുകൂടി നേട്ടം ഉണ്ടാക്കാമായിരുന്നു എന്നുള്ള തോന്നൽ മനസ്സിനെ അലട്ടും. 23. പുതിയ വ്യാപാരം നടത്തുമ്പോൾ എനിക്കൊരു നല്ല മനോഭാവം ഉണ്ടെന്ന് തോന്നുകയും ആ വ്യാപാരത്തിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയുന്ന ലാഭം പോസിറ്റീവ് ഫീലിംഗ് നൽകുകയും ചെയ്യുന്നു. 24. വിപണിയിൽ ദീർഘകാലം കൊണ്ട് നേട്ടമുണ്ടാക്കണമെങ്കിൽ ട്രേഡർ തന്റെ സ്ഥിരതയിൽ കൺസിസ്റ്റൻസിയിൽ പൂർണ്ണമായി വിശ്വസിക്കണം. 25. വിപണിയെക്കുറിച്ചോർത്ത് ഉറക്കം നഷ്ടപ്പെടുത്തുന്നയാളാണ് നിങ്ങൾ. 26. അവസരം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട് മാത്രം ഒരു വ്യാപാരത്തിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. 27. ഓരോ തവണയും എന്റെ നീക്കങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പെർഫെക്റ്റ് ആകുമ്പോഴൊക്കെ മുൻപ് തോറ്റുപോയ സാഹചര്യങ്ങൾ ഇപ്പോൾ ബാലൻസ് ആയതായി എനിക്ക് തോന്നാറുണ്ട്. 28. പലപ്പോഴും പ്ലാൻ ചെയ്യാത്ത വ്യാപാരങ്ങൾ ചെയ്യുകയും എന്നാൽ വലിയ പ്ലാനിംഗ് നടത്തിയ ട്രേഡിംഗുകൾ ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. ഇനിയുള്ള 2 ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല, വിശദമായി ഉത്തരം എഴുതാനുള്ളവയാണ്. 29. ഒരു ട്രേഡിംഗ് സ്കിൽ വരമായി ലഭിക്കുകയാണെങ്കിൽ എന്ത് കഴിവാണ് നിങ്ങൾ ആഗ്രഹിക്കുക? 30. എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം ട്രേഡേഴ്സും പണമുണ്ടാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കിയ പണം നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നത്? ഉത്തരങ്ങൾ എഴുതിയ പേപ്പർ മാറ്റിവെക്കാം. ഈ രചന മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി നോക്കണം. അപ്പോൾ കാഴ്ചപ്പാടിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫണ്ടമെന്റൽ അനാലിസിസ് അഥവാ അടിസ്ഥാന വിശകലനത്തിൽ ഊന്നിയായിരുന്നു മുൻകാലങ്ങളിൽ വിപണിയെ സമീപിച്ചിരുന്നത്. വിപണിയെ സ്വാധീനിക്കാവുന്ന പല ഘടകങ്ങൾ വിലയിരുത്തി ഭാവിയിൽ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ പ്രവചിക്കുകയായിരുന്നു ഈ മാർഗത്തിലൂടെ ശ്രമിച്ചിരുന്നത്. അതിനായി ഓരോ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ്, സപ്ലൈ, അവയുടെ ലഭ്യത തുടങ്ങിയ കാര്യങ്ങൾ മുതൽ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ വരെ പരിഗണിച്ചിരുന്നു. ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് വസ്തുക്കളാകാം, ഷെയറുകളാകാം,
അല്ലെങ്കിൽ മറ്റേതെങ്കിലും പണമാക്കി മാറ്റാവുന്ന ഇടപാടുകളാവാം. ഇവയെല്ലാം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിലയിരുത്തി അവയുടെ ഭാവിയിലെ വില പ്രവചിക്കാനാണ് വിദഗ്ധർ ശ്രമിച്ചത്. എന്നാൽ ഈ വസ്തുതകൾക്കുമപ്പുറം നിക്ഷേപകരുടെ വൈകാരികമായ തീരുമാനങ്ങൾ വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ അനാലിസിസ് പ്രകാരമുള്ള പ്രവചനങ്ങൾ പലപ്പോഴും തെറ്റുകയായിരുന്നു പതിവ്. അങ്ങനെയാണ് ടെക്നിക്കൽ അനാലിസിസ് അഥവാ സാങ്കേതിക വിശകലനത്തിലേക്ക് വിദഗ്ധർ ചുവടുമാറ്റിയത്. ഓഹരി വിപണിയിൽ സജീവമായി പങ്കെടുക്കുന്നവർ കൂട്ടായ്മകൾ രൂപീകരിക്കുകയും പൊതു അഭിപ്രായം സ്വീകരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാറുണ്ട്. ഇത് വിപണിയിൽ പ്രതിഫലിക്കും. മിക്കപ്പോഴും ഒരേപോലുള്ള സാഹചര്യങ്ങൾക്ക് ഒരേപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അവ കൂട്ടമായി നടപ്പാക്കുകയും ചെയ്യുമ്പോൾ വിപണിയിലെ ചലനങ്ങൾക്ക് ഒരു പാറ്റേൺ ദൃശ്യമാകും. അതുപയോഗിച്ചുള്ള പ്രവചനങ്ങളാണ് ടെക്നിക്കൽ അനാലിസിസിൽ ചെയ്യുന്നത്. ടെക്നിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ വിപണിയിലെ വിവിധ സാഹചര്യങ്ങൾ മുതലെടുത്ത് നേട്ടമുണ്ടാക്കാൻ ട്രേഡർക്ക് അവസരങ്ങളുണ്ടാകുന്നു. വിപണി ആവർത്തിക്കുന്ന സ്വഭാവ സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കാൻ ടെക്നിക്കൽ അനാലിസിസിന് സാധിക്കുന്നു. അത്തരം ആവർത്തനങ്ങൾ എല്ലാ ദിവസവും, ആഴ്ചയും, മാസത്തിലും, വർഷങ്ങളിലും നടക്കുന്നു. അപ്പോഴൊക്കെ നിക്ഷേപകർക്ക് നേട്ടമുണ്ടാക്കാനും സാധിക്കുന്നു. ഈ ഗുണമെല്ലാം ഉണ്ടായിട്ടും മെന്റൽ അനാലിസിസിലേക്ക് വിദഗ്ധർ ആകർഷിക്കപ്പെട്ടു. എന്തായിരിക്കും കാരണം? മെന്റൽ അനാലിസിസ് എന്നത് സ്വയം വിലയിരുത്തലാണ്. സ്വന്തം തീരുമാനങ്ങളാണ് ആത്യന്തികമായി ലാഭനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ബോധം നിക്ഷേപകർക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. വിപണിയിൽ ഉയർച്ചയോ അല്ലെങ്കിൽ താഴ്ചയോ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം നടത്തിയാൽ നേട്ടമുണ്ടാക്കിക്കൂടെ? പക്ഷേ ആലോചിക്കുകയല്ലാതെ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയില്ല. അങ്ങനെ വിപണി എതിർദിശയിൽ ചലിക്കുമ്പോൾ അന്നങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ഓർക്കാറില്ലേ? ഇതിനെ സൈക്കോളജിക്കൽ ഗ്യാപ്പ് എന്ന് വിളിക്കാം. ഈ ഗ്യാപ്പാണ് ഓഹരി വിപണിയെ കീഴടക്കുന്നതിൽ നിന്നും നിക്ഷേപകരെ തടയുന്നത്. സത്യത്തിൽ ഓഹരി വിപണിയെ കീഴടക്കുക എന്നത് സാധ്യമായ കാര്യമാണോ? അല്ലെങ്കിൽ ട്രേഡിംഗിൽ വിദഗ്ധരാകാൻ സാധിക്കുമോ? നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള തോന്നലുകൾ യഥാർത്ഥത്തിൽ ചെയ്ത് നേട്ടം കൊയ്യാൻ സാധിക്കുമോ? സാധിക്കും എന്നാണ് ലേഖകന്റെ പക്ഷം. അത് പഠിക്കാനാണ് ഈ രചന എന്ന് അദ്ദേഹം പറയുന്നു. വിപണിയിൽ പണിയെടുക്കാതെ മാറി നിന്നുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ധൈര്യമായി വിപണിയിൽ ഇറങ്ങിച്ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആ ഓഹരി വാങ്ങി സൂക്ഷിച്ചാൽ ലാഭമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അത് യഥാർത്ഥത്തിൽ വാങ്ങി സൂക്ഷിക്കാൻ സാധിക്കണം. ട്രേഡിംഗ് അറിയാവുന്ന ചുരുക്കം ചില ആൾക്കാർ ഓഹരി വിപണിയെ കൃത്യമായി മനസ്സിലാക്കി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നു. അവർ നല്ല ലാഭവും ഉണ്ടാക്കുന്നു. എന്നാൽ ഭൂരിപക്ഷം പേരും ഓഹരി വിപണിയിൽ നഷ്ടത്തിന്റെ കയ്പ് മാത്രം രുചിച്ചവരാണ്. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഭൂമിയും ചന്ദ്രനും പോലുള്ള വ്യത്യാസമുണ്ട്. വിപണി ഓരോ ദിവസവും മണിക്കൂറിലും നേട്ടമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ആ പണം ആരുടെയൊക്കെ മടിയിലേക്കാണ് പോകുന്നത്? വിപണിയെ പഠിച്ച ബിരുദന്മാരുടെ കയ്യിലാണ് പണം എത്തുന്നത്. മറ്റുള്ളവർ വല്ലപ്പോഴും ലാഭമുണ്ടാക്കുകയും കൂടുതൽ സമയവും കണ്ണീര് കുടിക്കുകയും ചെയ്യുന്നു. എന്താണ് അവരുടെ പ്രത്യേകത? ബുദ്ധിയും വിപണിയെ വിലയിരുത്താനുള്ള കഴിവുമാണോ? അല്ല. അത് മാത്രമല്ല കാര്യങ്ങൾ. തീർച്ചയായും ബുദ്ധിയും വിപണിയെ വിലയിരുത്താനുമുള്ള കഴിവും നല്ലതാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെന്താണ് കാര്യം? ഒറ്റ വാക്യത്തിൽ പറയണമെങ്കിൽ അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്ന് മാത്രമേ പറയാനാവൂ. കേൾക്കുമ്പോൾ എളുപ്പമായി തോന്നും. കാരണം ഒരു പരിധിവരെ നാമെല്ലാം വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ്. ഓഹരി വിപണിയിൽ കുറെ നാൾ ഇടപെട്ട് കഴിയുമ്പോൾ ഏത് വാങ്ങണം അല്ലെങ്കിൽ വിൽക്കണം, എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണമെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാകും. എന്നാൽ അതുമാത്രമല്ല വ്യത്യസ്ത ചിന്ത എന്നത്. വിജയികൾക്ക് ഒരു പ്രത്യേകതരം മനോഭാവമുണ്ടാകും. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും അച്ചടക്കത്തോടെയും ശ്രദ്ധയോടെയും എല്ലാത്തിനുമുപരിയായി ആത്മവിശ്വാസത്തോടെയും തുടരാൻ ആ ആറ്റിറ്റ്യൂഡ് അവരെ സഹായിക്കുന്നു. അപ്പോൾ മറ്റെല്ലാവരെയും ബാധിക്കുന്ന പൊതുവായ ഭയങ്ങൾക്കും ട്രേഡിംഗ് മിസ്റ്റേക്കുകൾക്കും അവർ അടിമപ്പെടില്ല. ഓഹരി വിപണിയിൽ നിന്നും പാഠം പഠിക്കാതെ മുൻപോട്ടു പോകാനാകില്ല. പക്ഷെ അതിനായി നൽകേണ്ടുന്ന വില വളരെ വലുതാണ്. 1. സാമ്പത്തിക നഷ്ടം. 2. മാനസികമായ നഷ്ടം. ഇവ രണ്ടും അനുഭവിക്കാതെ വിപണിയിൽ നിന്നും എന്തെങ്കിലും പഠിച്ചവർ ചുരുക്കമാണ്. വലിയ വില നൽകാതെ ഇത് പഠിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ദീർഘകാലമായി വിപണി നിക്ഷേപ പാരമ്പര്യമുള്ള കുടുംബ സാഹചര്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിവുള്ള ആൾക്കാരെ പരിചയമുണ്ടാകണം. ഓഹരി വിപണിയിൽ നഷ്ടസാധ്യതയുണ്ടല്ലോ, അപ്പോൾ അത് ഉൾക്കൊള്ളണം. ആ നഷ്ടസാധ്യത മനസ്സിലാക്കിയാണ് നിങ്ങൾ ഇതിൽ ഇറങ്ങിയത്. അപ്പോൾ നഷ്ടമുണ്ടാകാം.
ഈ ബോധ്യമുണ്ടെങ്കിൽ നഷ്ടം മൂലമുണ്ടാകുന്ന മാനസിക തകർച്ചയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾക്ക് ഭയം പോലുള്ള വൈകാരിക അസ്വസ്ഥതകളില്ലാതെ ട്രേഡിംഗ് നടത്താൻ കഴിയുന്നില്ലെങ്കിൽ ട്രേഡിംഗിലുള്ള അപകടസാധ്യതകൾ എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം നിങ്ങൾ അപകടസാധ്യത എത്രത്തോളം ഉൾക്കൊള്ളുന്നില്ലയോ അത്രത്തോളം തന്നെ നിങ്ങൾ അപകടസാധ്യത ഒഴിവാക്കും, അഥവാ റിസ്ക് എടുക്കുന്നത് കുറയ്ക്കും. വിപണിയിൽ റിസ്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒഴിവാക്കാനാവാത്ത എന്തെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് വിപരീത ഫലങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാന ട്രേഡിംഗ് സ്കില്ലാണ് റിസ്കിനെ ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നത്. മികച്ച ട്രേഡേഴ്സ് ഭയപ്പെടുന്നില്ല. മാർക്കറ്റ് അതിന്റെ സാധ്യതകളെക്കുറിച്ച് പറയുന്നതിനെ അടിസ്ഥാനമാക്കി വിൽക്കൽ വാങ്ങലുകൾ നടത്താൻ പറ്റുന്ന മാനസിക വഴക്കം അവർക്കുണ്ട്. അത്തരം മാനസികാവസ്ഥ നൽകുന്ന തരത്തിലുള്ള മനോഭാവങ്ങൾ അവർ വികസിപ്പിച്ചെടുത്തതിനാൽ അവർ ഭയപ്പെടുന്നില്ല. അതേസമയം തന്നെ മികച്ച ട്രേഡേഴ്സ് അശ്രദ്ധ കൊണ്ട് നഷ്ടം വരുത്തി വെക്കുകയില്ല. വിപണിയെ ഭയക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ ഭയം നിങ്ങളെ കീഴടക്കാതെ നോക്കണം. ഭയത്തിന് കീഴ്പ്പെടാതെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ വളർത്തിയെടുക്കണം. വിപണിയിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾക്ക് ശ്രമിക്കാം. വിപണിയുടെ എല്ലാ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് അവയെ വരുതിയിലാക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ വിപണിയെ അതിന്റെ സ്വാഭാവികമായ പാതയിൽ വിട്ടുകൊണ്ട് സ്വന്തം ചിന്തകളിലും മനോഭാവത്തിലും മാറ്റം കൊണ്ടുവരാം. ഏതാണ് എളുപ്പം എന്ന് പറയേണ്ടതില്ലല്ലോ. എന്തുകൊണ്ടാണ് വളരെ ചുരുക്കം ആൾക്കാർ മാത്രം ട്രേഡിംഗിൽ വിജയിക്കുന്നത്? ചിക്കാഗോയിൽ ഫ്യൂച്ചർ മാഗസിൻ നടത്തിയ ഒരു സെമിനാറിൽ വെച്ച് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. തെറ്റായ കാരണങ്ങൾ കൊണ്ട് ട്രേഡിംഗ് നടത്താൻ ഇറങ്ങുന്നവരാണ് പരാജയപ്പെടുന്നത് എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നു. എന്തുകൊണ്ടാണ് ആൾക്കാർ ഓഹരി ട്രേഡിംഗ് മേഖലയിലേക്ക് കൂടുതലായി കടന്നുവരുന്നത്? പ്രധാനമായും ഈ മേഖലയിലുള്ള സ്വാതന്ത്ര്യമാണ് ആകർഷണ ഘടകം എന്നാണ് ലേഖകൻ പറയുന്നത്. സ്വയം തീരുമാനമെടുക്കാൻ പറ്റുന്ന, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടാത്ത മേഖലയാണ് ട്രേഡിംഗ്. അതുപോലെ ട്രേഡിംഗിൽ ബോണ്ടുകൾ, ഷെയറുകൾ, ഫ്യൂച്ചറുകൾ, ഓപ്ഷനുകൾ എന്നിങ്ങനെ പല സാധ്യതകളുണ്ട്. ഇവയുടെ വിവിധ പെർമിറ്റേഷൻ, കോമ്പിനേഷൻ നോക്കിയാൽ ഏതാണ്ട് 8 ബില്യൺ രീതിയിൽ വ്യാപാരം നടത്താം. അനന്തമായ സാധ്യതകൾ അനന്തമായ സ്വാതന്ത്ര്യത്തോടൊപ്പം വരുമ്പോൾ അത് വ്യക്തികൾക്ക് വളരെ യുണീക്കായ മാനസിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇത് നേരിടാൻ എല്ലാവർക്കും സാധിക്കില്ല. ഇത് ഒരു വെല്ലുവിളിയാണെന്ന് പോലും ആരും തിരിച്ചറിയില്ല. അവസരമായി മാത്രമേ അവർ കാണൂ. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പുറത്തു കടക്കാൻ പ്രയാസമാണ്. അവസരങ്ങളിൽ നിന്നും ആരും രക്ഷപ്പെട്ടോടുകയില്ലല്ലോ. ഇഷ്ടം പോലെ സാധ്യതകൾ ഉള്ള ഒരു മേഖല, പക്ഷെ അതിന്റെ അനന്തമായ വൈവിധ്യം കൊണ്ട് അപകടം പിടിച്ചതാകുന്നു. അത്തരം സാഹചര്യത്തെ മറികടക്കണമെങ്കിൽ കൃത്യമായ മെന്റൽ റിസോഴ്സസ് വേണം. നമ്മുടെ വിദ്യാഭ്യാസത്തിനും ബുദ്ധിക്കും മുൻ വിജയങ്ങൾക്കുമപ്പുറം ചില മാനസികമായ മാറ്റങ്ങൾക്ക് മെന്റൽ അഡ്ജസ്റ്റ്മെന്റ്സ് തയ്യാറാവണം. നേരത്തെ നമ്മൾ പറഞ്ഞ അനന്തമായ സ്വാതന്ത്ര്യവും അത് നൽകുന്ന സാമ്പത്തികവും മാനസികവുമായ അപകടങ്ങൾക്കും ഇടയിലുള്ള ഒരു ബാലൻസ് ആണ് ആവശ്യം. ആ ബാലൻസ് നേടാൻ നമ്മുടെ മെന്റൽ സ്ട്രക്ചറിൽ ചില അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തണം. ഈ മെന്റൽ റീസ്ട്രക്ചറിംഗ് നിങ്ങളുടെ നിലവിലുള്ള വിശ്വാസങ്ങൾക്ക് എതിരാണെങ്കിൽ അത് നടപ്പിലാക്കാൻ പ്രയാസമാകും. നമ്മുടെ കൾച്ചറിനും രാജ്യത്തിനും സാഹചര്യങ്ങൾക്കുമെല്ലാം അതീതമായ ഒരു ക്വാളിറ്റിയാണ് ചെറുപ്പം മുതൽ നമുക്കുള്ള ആകാംക്ഷ അഥവാ ക്യൂരിയോസിറ്റി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ക്യൂരിയോസിറ്റി ഉണ്ട്. പുതിയ കാര്യങ്ങൾ അറിയാൻ, പഠിക്കാൻ അവർക്ക് ആകാംക്ഷയുണ്ട്. ഈ ക്യൂരിയോസിറ്റിയിൽ നിന്നും നമ്മൾ താല്പര്യങ്ങൾ കണ്ടെത്തുന്നു. എല്ലാം അറിയാനുള്ള ആകാംക്ഷ നമുക്കുണ്ട്. പക്ഷെ ഓരോന്നിനോടും ഉള്ള താല്പര്യം വ്യത്യസ്തമായിരിക്കും. ചില കാര്യങ്ങളോട് നമുക്ക് അമിതമായ താല്പര്യം ഉണ്ടാകും. എന്നാൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായേക്കാം. സമൂഹം ചിലപ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ അംഗീകരിച്ചുവെന്ന് വരില്ല. അത് കുട്ടിക്കാലം മുതൽ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ്. അതിൽ തൊടരുത്, ഓടരുത്, വീഴരുത്, കേറരുത് എന്നിങ്ങനെ അരുതുകൾ കേൾക്കാതെ വളർന്ന ആരും ഉണ്ടാകുകയില്ല. നമുക്ക് മനസ്സിൽ തോന്നുന്ന ആവശ്യങ്ങളും താല്പര്യങ്ങളും പൂർത്തീകരിക്കുന്നത് മനസ്സിലല്ല, പുറത്താണ്. അപ്പോൾ മെന്റൽ നീഡ്സിനെ അനുകൂലിക്കുന്ന എക്സ്റ്റീരിയർ എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇന്നർ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് അല്ലെങ്കിൽ ആന്തരികമായ സന്തുലിതാവസ്ഥ ഉണ്ടാകും. നമ്മുടെ മാനസിക താല്പര്യങ്ങൾ അനുകൂലിക്കാത്ത ബാഹ്യ പരിസ്ഥിതിയാണ് ഉള്ളതെങ്കിൽ നമ്മുടെ ഇന്നർ ബാലൻസ് നഷ്ടപ്പെടും. ഫലമോ അസംതൃപ്തി, ദേഷ്യം, ഭയം, നിരാശ എന്നിങ്ങനെയുള്ള ഇമോഷണൽ പെയിനുകൾ, ബാഹ്യ സാഹചര്യങ്ങളുമായി ഒത്തുപോകാത്ത താല്പര്യങ്ങൾ നമുക്ക് മാനസികമായ ശൂന്യാവസ്ഥ സമ്മാനിക്കുന്നു.
ആ അവസ്ഥയിലേക്ക് കൂടുതൽ ആശയങ്ങളും നിർദ്ദേശങ്ങളും എന്നത് ചുറ്റുപാടുകൾ തന്നെ എതിർക്കുകയും ചെയ്യും. തുറന്ന മനസ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ ആശയങ്ങളിൽ നിന്നും നല്ലത് സ്വീകരിക്കാൻ നിങ്ങൾക്കാകും. ട്രേഡിംഗിൽ വിജയിക്കാൻ നമുക്ക് നിയമങ്ങളും പരിധികളും ആവശ്യമാണ്. പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നേറിയാൽ വിജയിക്കാനാവും. വലിയ പരിക്കുകൾക്ക് എല്ലാ സാധ്യതയുമുള്ള മേഖലയാണ് ഓഹരി നിക്ഷേപം. അപ്പോൾ നിയമങ്ങൾ പാലിക്കാതെ റിസ്ക് കൂട്ടിയിട്ട് കാര്യമില്ല. പരിക്കേൽക്കാതെ സ്വയം രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വിപണി വാങ്ങാനും വിൽക്കാനുമുള്ള അവസരങ്ങൾ മുൻപിൽ വെച്ച് തരും. തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. എടുക്കുന്ന തീരുമാനം തെറ്റാനിടയുണ്ട്. നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ചൂതുകളിയിൽ പോലും തുടക്കവും ഒടുക്കവുമുണ്ട്. നിയമങ്ങൾ ഉണ്ട്. ഓഹരി വിപണിയിൽ തുടക്കവും ഒടുക്കവും നിയമങ്ങളുമില്ല. പണം ഇറക്കുമ്പോൾ കളി തുടങ്ങുന്നു, പണം പിൻവലിക്കുമ്പോൾ കളി അവസാനിക്കുന്നു. പക്ഷേ അത് രണ്ടും എപ്പോൾ വേണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പിൻവലിച്ചു പോകാതെയിരുന്നാൽ നിങ്ങൾ കളിയിൽ തുടരുകയാണ്. തോറ്റിട്ടില്ല. ബാഹ്യമായ ഒന്നും നിങ്ങളെ വിപണിയിൽ നിയന്ത്രിക്കുന്നില്ല. അതുതന്നെയാണ് ഓഹരി വിപണിയുടെ അനുഗ്രഹവും ശാപവും. അതുകൊണ്ട് ഓഹരി വിപണിയിൽ നിയന്ത്രിക്കേണ്ടത് സ്വയമാണ്. നിയമങ്ങൾ കൊണ്ടുവരേണ്ടതും അത് പാലിക്കേണ്ടതും വ്യക്തികളാണ്. സ്വയം നിയന്ത്രിക്കാനായി ചില നിയമങ്ങൾ ആവശ്യമാണെങ്കിലും അത് രൂപീകരിക്കാൻ പല ട്രേഡേഴ്സും മെനക്കെടാറില്ല. ട്രേഡർ പാലിക്കുന്ന പല നിയമങ്ങളും പൊതുവായി വിപണിയിൽ പാലിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർദ്ദേശിച്ചതോ ആണ്. നിയമങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ അവ നമ്മുടെ ഉള്ളിൽ രൂപീകരിക്കപ്പെട്ടവയല്ല. വളരെയധികം സ്വാതന്ത്ര്യമുള്ള ട്രേഡിംഗ് മേഖലയിൽ സ്വന്തമായി ചില നിയമങ്ങളുണ്ടാക്കി അതിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നത് ചിലപ്പോൾ അപ്രായോഗികമായി തോന്നിയേക്കാം. പക്ഷേ ആ മണി മാനേജ്മെന്റ് ഗൈഡ് ലൈൻസ് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തിന് അത്യാവശ്യമാണ്. ട്രേഡിംഗ് നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ തുടങ്ങാം, ഇഷ്ടമുള്ള അത്രയും നാൾ തുടരാം. സമയം വരുമ്പോൾ നിർത്താം. സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഫലം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആ റിസൾട്ട് ഉൾക്കൊള്ളാനും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുമുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകണം. വളരെ ക്രമരഹിതമായി പ്രവർത്തിക്കുന്ന വിപണിയിൽ എങ്ങനെയാണ് നിയമങ്ങൾ കൊണ്ടുവരാനാകുക എന്ന് പലരും ചോദിച്ചേക്കാം. വിപണി അത്ര റാൻഡമായാണോ പ്രവർത്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വിപണിയിൽ കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത കാണുകയില്ല. സ്ഥിരതയില്ലെങ്കിൽ ഉത്തരവാദിത്തം കാണിക്കേണ്ട ആവശ്യവുമില്ല. അസ്ഥിരമായ ഒന്നിൽ എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക? പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ പറയുന്നത് മറ്റൊന്നാണ്. വിപണിയുടെ ഒരേ സ്വഭാവ രീതികൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വൽ പാറ്റേണിന്റെയും ഫലം റാൻഡമാണെങ്കിലും പാറ്റേണുകളുടെ ഒരു ശ്രേണിയുടെ ആകെഫലം സ്ഥിരതയുള്ളതാണ്. പല ട്രേഡേഴ്സും വളരെ അധികം സമയമെടുത്ത് അവരുടെ അടുത്ത നീക്കം പ്ലാൻ ചെയ്യുകയും എന്നാൽ ആ പ്ലാനിൽ നിന്നും വിരുദ്ധമായി മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വളരെ സാധാരണമാണ്. കൂട്ടുകാരുടെയോ ഉപദേശകരുടെയോ സ്വാധീനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ താൻ ആദ്യമെടുത്ത തീരുമാനമായിരുന്നു ശരിയെന്ന് പിന്നീട് തോന്നുകയും ചെയ്യും. സത്യത്തിൽ സ്വയം തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കാൻ പലർക്കും പേടിയാണ്. നഷ്ടം വന്നാൽ കൂട്ടുകാരെയോ ഉപദേശകരെയോ പഴിചാരി രക്ഷപ്പെടാനാണ് താല്പര്യം. പക്ഷേ നിക്ഷേപകരും വല്ലപ്പോഴും കിട്ടുന്ന നേട്ടത്തിൽ കുടുങ്ങിക്കിടക്കും. പല നഷ്ടങ്ങളും എന്നെങ്കിലും ലഭിച്ചേക്കാവുന്ന ലാഭം കൊണ്ട് മറികടക്കാം എന്ന അവ്യക്തതയിൽ അവർ വിശ്വസിക്കുന്നു. ഇത്തരം വിശ്വാസം നല്ലൊരു മെന്റൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ നിന്നും അവരെ തടയുന്നു. വിപണി അതിന്റെ മാർഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനോ പോലും നമുക്കാവില്ല. നിങ്ങൾ വളരെ വലിയ ട്രേഡർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു വിൽപ്പനയോ വാങ്ങലോ മാർക്കറ്റിൽ വാർത്തയായേക്കാം. സാധാരണ ട്രേഡേഴ്സിനെ വിപണിക്ക് അറിയുക കൂടിയില്ല. എന്നാൽ നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാനാവും. സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് പറ്റുന്നത്ര വസ്തുനിഷ്ഠമായ വിവരങ്ങൾ മനസ്സിലാക്കാനും നല്ല മാനസികാന്തരീക്ഷം രൂപപ്പെടുത്താനും സ്വന്തം താല്പര്യത്തിന് അനുയോജ്യമായ രീതിയിൽ പെരുമാറാനും സാധിക്കും. ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും അത് പ്രായോഗികമാക്കാൻ വളരെ പ്രയാസമാണ്. പല കഥകളും കുറ്റങ്ങളും പറഞ്ഞ് നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. എന്നാൽ ട്രേഡിംഗിന്റെ കാര്യത്തിൽ ഇത് നടക്കില്ല. ട്രേഡിംഗിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാവൂ. ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പാഠം പഠിക്കണമെന്നാണ് ലേഖകൻ പറയുന്നത്. ട്രേഡിംഗിലെ നിങ്ങളുടെ വിജയത്തിൽ അല്ലെങ്കിൽ പരാജയത്തിൽ എങ്ങനെയെല്ലാം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. എല്ലാ വിജയപരാജയങ്ങൾക്കും നിങ്ങൾ ഉത്തരവാദികളാകണമെന്ന് നിർബന്ധമില്ല. ഈ തരത്തിൽ ഉത്തരവാദിത്തം വളർത്തിയെടുത്താൽ മാത്രമേ വിജയം കൊയ്യുന്ന ട്രേഡർമാരുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾ എത്തുകയുള്ളൂ. സ്ഥിരമായി വിജയം നേടുന്ന ട്രേഡർ ഇല്ലെന്ന് തന്നെ പറയാമെങ്കിലും
അത്തരം ഒരാളായി മാറാൻ പരിശ്രമിക്കാൻ മടിക്കേണ്ടതില്ല. പുതിയ ഒരു ട്രേഡിംഗ് മനോഭാവം വളർത്തിയെടുക്കേണ്ടതുണ്ട്. വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു ട്രേഡറായി നിങ്ങൾ സ്വയം മാറേണ്ടതുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള നിങ്ങളുടെ താല്പര്യവും വിജയിക്കാനുള്ള അഭിവാജ്ഞയുമാണ് നിങ്ങളുടെ ആയുധം. സ്ഥിരമായി വിജയിക്കുന്ന ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു പുതിയ പതിപ്പ് സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങളും മനോഭാവങ്ങളും മാത്രമേ അതിനായി സഹായിക്കുകയുള്ളൂ. നിങ്ങളുടെ പരിശ്രമത്തിനുള്ള മാധ്യമം നിങ്ങളുടെ മാനസിക അന്തരീക്ഷമായിരിക്കും. ആത്യന്തികമായി ലക്ഷ്യം കൈവരിക്കുന്നതിന് ആവശ്യമായ വിശ്വാസങ്ങളും മനോഭാവങ്ങളും പുനർക്രമീകരിക്കാനും സ്ഥാപിക്കാനും നിങ്ങൾക്ക് കഴിയും. സ്ഥിരമായി വിജയിക്കുന്ന നിക്ഷേപകരെ പോലെ വേണം നിങ്ങൾ എപ്പോഴും ചിന്തിക്കാൻ. കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത എന്നത് പ്രധാനമാണ്. ചുറ്റിനുമുള്ള സാധ്യതകൾ മനസ്സിലാക്കാനും ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടാനും കൺസിസ്റ്റൻസി അത്യാവശ്യവുമാണ്. മികച്ച ട്രേഡർമാർ പല രീതിയിൽ യുണീക്കായി ചിന്തിക്കുന്നു. ഭയമില്ലാതെ പ്രവർത്തിക്കുകയും അതുവഴി പേടികൊണ്ടുണ്ടായേക്കാവുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു മെന്റൽ സ്ട്രക്ചർ ആണ് അവർക്കുള്ളത്. ഭയവും അതുകൊണ്ടുള്ള നഷ്ടവും അവർ വെർച്വലായി ഒഴിവാക്കുന്നു. ഈ രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ അവരെ സ്ഥിരനേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സഹായിക്കുന്നു. ഭയം ഒഴിവാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് വിജയത്തെ പക്വതയോടെ കൈകാര്യം ചെയ്യുക എന്നതും. തുടർച്ചയായ വിജയത്തിൽ അമിത ആഹ്ലാദമോ അഹങ്കാരമോ കാണിക്കാതെ പക്വതയോടെ കൈകാര്യം ചെയ്യുക. സ്ഥിരത നേടുന്നതിനായി ഒരു ട്രേഡേഴ്സ് മൈൻഡ് സെറ്റ് രൂപീകരിച്ച ശേഷം ഒരു ട്രേഡർ എന്ന നിലയിൽ ചിന്തിക്കുകയാണ് നല്ലത്. ട്രേഡർ വിപണിയെ പഠിക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനു പകരം വിപണിയിലെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും എങ്ങനെ പണമുണ്ടാക്കാം എന്നാണ് ചിന്തിക്കുന്നത്. ഓഹരി വിപണിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല മാർക്കറ്റിലെ നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കുന്നത്. സ്ഥിരത എന്നത് ഒരു ടെക്നിക്കോ മാർക്കറ്റിനെ കുറിച്ചുള്ള അറിവോ അല്ല, അത് മാനസികമായ പ്രക്രിയയാണ്. വിശകലനത്തെക്കാളും സാങ്കേതികതയെക്കാളും മികച്ച ഫലങ്ങൾ നൽകുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവമാണ്. ആറ്റിറ്റ്യൂഡ് പ്രൊവൈഡ്സ് ബെറ്റർ ഓവറോൾ റിസൾട്ട്സ് ദാൻ അനാലിസിസ് ഓർ ടെക്നിക്സ്. തുല്യശക്തിയുള്ള 2 പേർ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിൽ വിജയിക്കുക മികച്ച മനോഭാവം ഉള്ളയാളാവും. വിജയിക്കാൻ വേണ്ടത് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ആണ്. ഒരു വിജയിയുടെ ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുമെങ്കിലും ഫലങ്ങൾ നിങ്ങളെ വിശ്വസിപ്പിച്ചുകൊള്ളും. മടിക്കാതെ ഒരു വിജയിയുടെ മനോഭാവം സ്വീകരിക്കുക. നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിപണി എന്നത് സാധ്യമല്ല. അപ്പോൾ സത്യം എന്താണ്? എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ നഷ്ടം ഉണ്ടാകും. നഷ്ടമുണ്ടാകുന്നു എന്നതല്ല പ്രശ്നം, അതിനെ എങ്ങനെ നേരിടുന്നു എന്നതാണ് കാര്യം. നഷ്ടത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളണം. നഷ്ടം കൊണ്ടുവന്നത് വിപണിയല്ല, നിങ്ങളുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അടുത്ത വ്യാപാരത്തിലേക്ക് കടക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാനുള്ള ബാധ്യത ഓഹരി വിപണിക്കല്ല എന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ തന്നെ നേടിയെടുക്കേണ്ടതാണ്. വിപണിയെ ഒരു മാർഗമായി ഉപയോഗിക്കാമെന്നല്ലാതെ വിപണി നമ്മളോട് കടപ്പെട്ടിരിക്കുന്നില്ല. ട്രേഡിംഗ് നടത്തുന്ന എല്ലാവരും ലാഭം ആഗ്രഹിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ നഷ്ടമാണ് മറ്റൊരാളുടെ ലാഭമായി പ്രതിഫലിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ട്രേഡിംഗ് നടത്തുന്ന വ്യക്തികളിൽ നിന്നും എന്തെങ്കിലും ലാഭം നേടാൻ പറ്റുമോ എന്ന് വിപണിയും മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ലാഭം നേടാൻ കഴിയുമോ എന്ന് ട്രേഡേഴ്സും ചിന്തിക്കുന്നു. ഓഹരി വ്യാപാരത്തിൽ നഷ്ടമുണ്ടാകുമ്പോൾ നിങ്ങൾ വിപണിയെ പഴിച്ചിട്ട് കാര്യമില്ല. മറ്റ് ട്രേഡേഴ്സ് എല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് ലാഭമുണ്ടാക്കി നൽകാൻ ആവശ്യപ്പെടുന്നത് പോലെയാണിത്. അതുകൊണ്ട് നഷ്ടങ്ങളുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ 2 കുഴപ്പങ്ങൾ വന്നേക്കാം. ഒന്ന്, നിങ്ങൾ വിപണിയെ ശത്രുവായി കണ്ടു തുടങ്ങാൻ സാധ്യതയുണ്ട്. 2, നിങ്ങൾ ഓഹരി വിപണിയെ കൂടുതൽ നന്നായി അനലൈസ് ചെയ്താൽ ഈ നഷ്ടം മറികടക്കാം എന്നൊരു തെറ്റിദ്ധാരണയും രൂപപ്പെട്ടേക്കാം. ഓഹരി വിപണിക്ക് നിങ്ങളെ അറിയില്ല, അത് അനന്തമായി ഒഴുകുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങാം, ഇഷ്ടമുള്ളപ്പോൾ തിരികെ കയറാം. എപ്പോൾ ഇറങ്ങി കയറുന്നു എന്നതിനനുസരിച്ചുള്ള ലാഭനഷ്ടങ്ങൾ നിങ്ങൾക്ക് വരുന്നു. അനന്തമായ സാധ്യതകളുടെ ഒഴുക്കാണ് ഓഹരി വിപണി. ആത്മവിശ്വാസത്തോടെ വിപണിയിലേക്ക് ഇറങ്ങുക. മാർക്കറ്റിന് എന്താണ് വേണ്ടത്? നിങ്ങളുടെ പണമാണ് വിപണിക്ക് ആവശ്യം. ആ പണം നിങ്ങൾ ഓഹരിയിൽ ഇറക്കുമ്പോൾ അവസരങ്ങൾ മുതലാക്കി അതിൽ നിന്നും ലാഭമുണ്ടാക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇറക്കമുണ്ടെങ്കിൽ കയറ്റവുമുണ്ടെന്ന് പറയുന്നത് ഓഹരി വിപണിയുടെ കാര്യത്തിൽ സത്യമാണ്. കയറ്റിറക്കങ്ങൾ ഒരു പാറ്റേൺ പോലെ ആവർത്തിക്കുന്നതായി നമുക്ക് മനസ്സിലാകും. വളരെ ചുരുങ്ങിയ നാളുകൾ പരിഗണിക്കുമ്പോൾ ഇത് വ്യക്തമാകണമെന്നില്ല.
പക്ഷേ ഒരു കൺസിഡറബിൾ പീരിയഡ് എടുത്താൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ഫോളോയിങ് എ പാറ്റേൺ. മാർക്കറ്റ് റിപ്പീറ്റ്സ് ദ സെയിം സിറ്റുവേഷൻ അഗെയിൻ ആൻഡ് അഗെയിൻ. പക്ഷേ അപ്പോഴും നഷ്ടമുണ്ടാവില്ല എന്ന് ഉറപ്പൊന്നുമില്ല. ഓഹരി വിപണിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല, നല്ലതാണ്. പക്ഷേ എന്തുകൊണ്ട് പഠിക്കുന്നു എന്നതാണ് കാര്യം. പഠനം വിപണിയെ കീഴടക്കാനോ ലാഭമുണ്ടാക്കാനോ അല്ല, പകരം അത് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനുമാവണം. കുറെ നാൾ തുടർച്ചയായി ലാഭമുണ്ടാക്കിയ ഓഹരി നിക്ഷേപകരെ നോക്കിയാൽ അവർ വളരെ ലാഘവത്തോടെ നിക്ഷേപിക്കുന്നതും വിൽക്കുന്നതും കാണാനാവും. എന്നാൽ എന്നെങ്കിലും ഒരിക്കൽ നഷ്ടം വരുമ്പോൾ അവർ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടും. വിജയത്തിന്റെ വഴിയിലേക്ക് മടങ്ങാൻ അവർ കൊതിക്കും. ലാഘവത്തോടെ വിപണിയെ കാണുന്നത് അവസാനിപ്പിച്ച് അമിതമായ കരുതലോടെ ഇടപെടാൻ തുടങ്ങും. പക്ഷേ സത്യത്തിൽ ഇത് പോസിറ്റീവ് സമീപനത്തിൽ നിന്നും നെഗറ്റീവ് സമീപനത്തിലേക്കുള്ള മാറ്റമാണ്. ലേഖകൻ പറയുന്നത് അമിതമായ കരുതലോ പഠനമോ കൂടാതെ വിപണിയെ സമീപിക്കാനാണ്. അത്യാവശ്യം ലാഘവത്തോടെ തന്നെ ട്രേഡിംഗ് നടത്തുക. ട്രേഡിംഗിൽ വിജയത്തിന്റെ പാത കണ്ടെത്താൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ ആദ്യം വേണ്ടത് വിജയിയുടെ ആറ്റിറ്റ്യൂഡ് ആണ്. ട്രേഡിംഗിൽ റിസൾട്ട് എന്താണെങ്കിലും അത് സ്വന്തം തീരുമാനങ്ങളുടെ പ്രതിഫലനമായി കാണാൻ സാധിക്കണം. മോശം ഫലങ്ങളാണെങ്കിൽ കൂടുതൽ നന്നായി ട്രേഡ് ചെയ്യാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പണം ഓഹരിയിൽ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ നിക്ഷേപിക്കാതെ കയ്യിൽ വെക്കാം. കയ്യിൽ വെച്ചു എന്ന് സങ്കല്പിക്കുക. ഒരു അവസരം വന്നിട്ടും നിങ്ങൾ അത് നിക്ഷേപിക്കുന്നില്ല. ആ ട്രേഡ് നടന്നിരുന്നുവെങ്കിൽ ലാഭം കിട്ടുമായിരുന്നു എന്ന് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കി എന്നിരിക്കട്ടെ. എന്തായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് തോട്ട്? കയ്യിൽ വെക്കാതെ നിക്ഷേപിക്കാമായിരുന്നു എന്ന് തന്നെയാവും. ഇനി അങ്ങനെ നിക്ഷേപിച്ചിട്ട് നഷ്ടം വന്നാലോ? മറിച്ച് തോന്നാം. നിക്ഷേപിച്ചാൽ ലാഭമോ നഷ്ടമോ വരും. കയ്യിൽ വെക്കാനാണെങ്കിൽ അത് അങ്ങനെയിരിക്കും, പ്രയോജനമുണ്ടാവില്ല. അപ്പോൾ പണം നിക്ഷേപിച്ചേ മതിയാവൂ. വിപണിയുടെ സൈക്കിൾ താഴ്ന്നു നിൽക്കുന്ന സമയത്ത് നിക്ഷേപിക്കാൻ ശ്രമിക്കുക. കയ്യിൽ പണം വെച്ചതുകൊണ്ട് കാര്യമില്ല എന്നതാണ് വാസ്തവം. വിന്നിംഗ് ആറ്റിറ്റ്യൂഡ് ഉള്ള ട്രേഡേഴ്സ് അത്തരത്തിൽ ഉള്ള ട്രേഡിംഗിൽ ഏർപ്പെടുകയും ഭൂരിപക്ഷ സമയത്തും ലാഭമുണ്ടാക്കുകയും ചെയ്യും. വിന്നിംഗ് ആറ്റിറ്റ്യൂഡിനൊപ്പം മാർക്കറ്റിനെ കുറിച്ച് അടിസ്ഥാന വിവരവും വിപണിയിലെ മാറ്റങ്ങളും ചലനങ്ങളും അറിയുകയും ചെയ്യാമെങ്കിൽ തീർച്ചയായും അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. ട്രേഡിംഗ് വിജയത്തിന്റെ ആണിക്കല് എന്ന് പറയുന്നത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ധൈര്യമാണ്. വിപണി നിങ്ങൾക്കായി ഒന്നും ചെയ്യില്ല, നിങ്ങളെ തോൽപ്പിക്കാൻ മാർക്കറ്റിന് അജണ്ടയില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഇനി പഠിക്കാനുള്ളത് എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യം വന്നു തുടങ്ങും. പുതിയൊരു പാത കണ്ടെത്തി സഞ്ചരിക്കാനുള്ള ആർജവം കൈവരും. എന്താണ് ഒരു മികച്ച ട്രേഡറിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? മികച്ച ട്രേഡേഴ്സ് എന്ത് ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു എന്നതിനല്ല പ്രാധാന്യം നൽകുന്നത്. പകരം അവർ ചെയ്തതിനെപ്പറ്റി പിന്നീട് എന്ത് ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. ട്രേഡിംഗിൽ പ്രതിസന്ധികൾക്കുള്ള മരുന്നുള്ളത് നിങ്ങളുടെ മനസ്സിലാണ്. വളരെ യുണീക്കായ ചില തിങ്കിംഗ് സ്ട്രാറ്റജികളാണ് ട്രേഡിംഗിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരുന്നത്. ട്രേഡിംഗിൽ തുടർച്ചയായി ലാഭം നേടുന്നവരെ സംബന്ധിച്ച് ട്രേഡിംഗ് എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വളരെ ആയാസരഹിതമായി പണമുണ്ടാക്കാൻ പറ്റിയ മേഖലയുമാണ്. എന്നാൽ അത് ആവർത്തിക്കുന്നത് എങ്ങനെയാണെന്നോ ട്രേഡിംഗിൽ മാസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നോ ആർക്കും കൃത്യമായി അറിയില്ല. പണമുണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗമാണെന്ന് വിശ്വസിക്കുകയും എന്നാൽ അനുഭവത്തിൽ പലപ്പോഴും പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് കോൺട്രാഡിക്ടറി ആണല്ലോ. ഈ വിരോധാഭാസങ്ങൾക്കെല്ലാം ഉത്തരമെന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളിലാണെന്ന് ലേഖകൻ പറയുന്നു. നിങ്ങളുടെ വിശ്വാസവും ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റും അനുസരിച്ച് ട്രേഡിംഗ് അനുഭവം വ്യത്യാസപ്പെടുന്നു. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ട്രേഡിംഗ് എന്നത് ആസ്വാദികരമായ അനുഭവമായി മാറും. നഷ്ടം വരുമ്പോൾ എങ്ങനെ നല്ല അനുഭവമാകുമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ വിപണിയിലെ നഷ്ടങ്ങൾക്കുള്ള മറുപടി നിങ്ങളുടെ ഉള്ളിലല്ലാതെ പുറത്ത് അന്വേഷിച്ചാൽ കൂടുതൽ നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ. കൺസിസ്റ്റന്റ് ആവുക എന്നത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒന്നാണ്. സ്ഥിരത ഉള്ളിലുള്ളവരാണ് വിജയിക്കുന്നത്. നിങ്ങളുടെ മികച്ച ട്രേഡുകൾ എടുത്തു നോക്കിയാൽ അതെല്ലാം സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്ന് മനസ്സിലാകും. അതൊരു ഫ്ലോയാണ്. ആ ഫ്ലോയിൽ നിങ്ങൾക്കെല്ലാം അറിയാൻ സാധിക്കും. വിജയം സ്വാഭാവികമായി സംഭവിക്കും. അതിനായി പ്രത്യേകം എഫേർട്ട് എടുക്കേണ്ടതായി വരുന്നില്ല. നിങ്ങൾ കാണേണ്ടത് കണ്ടു, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചു. അതിന്റെ ഫലമായി ലാഭമുണ്ടായി. അവസരങ്ങളുടെ ഒഴുക്കിൽ ആ ഫ്ലോയിൽ കൃത്യമായി ചെന്നെത്താൻ സാധിച്ചതാണ് വിജയത്തിനാധാരം. അവസരങ്ങൾ കണ്ടെത്താൻ തുറന്ന മനസ്സും പോസിറ്റീവ് ചിന്തയും ആവശ്യമാണ്. മികച്ച ട്രേഡേഴ്സ് മാർക്കറ്റിൽ നിന്നും ഒന്നും നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. അവർ അവസരങ്ങളുടെ ഒഴുക്കിൽ പെട്ടുപോവുകയും സ്വാഭാവികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു.
എങ്ങനെയാണ് ഭയമില്ലാതെ തുറന്ന മനസ്സോടെ വ്യാപാരത്തിൽ ഇടപെടാനാവുക എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതിനുള്ള മറുപടി റിസ്കിനെ ഉൾക്കൊള്ളാൻ പഠിക്കുക എന്നതാണ്. നമ്മൾ മുൻ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ട്രേഡിംഗിന്റെ ഫലങ്ങൾ എന്തായാലും അത് ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുക. ഭയപ്പെടുമ്പോൾ നിങ്ങളുടെ ചിന്തയെയും മനസ്ഥിതിയെയും അത് ബാധിക്കുകയും തുറന്ന മനസ്ഥിതി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുവഴി അവസരങ്ങൾ കാണാതെ പോവുകയും വീണ്ടും നഷ്ടമുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അവസരങ്ങൾക്കായി കണ്ണ് തുറന്നിരിക്കുക. അവസരങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾ അവൈലബിൾ ആയിരിക്കുക എന്നതാണ് പ്രധാനം. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡർ പറയും, വിപണിയിൽ നിങ്ങൾ നഷ്ടം വരുത്തുന്നത് കുറയ്ക്കുക, എന്നിട്ട് ആ ഒഴുക്കിനൊപ്പം നീങ്ങുക. കട്ട് യുവർ ലോസസ് ആൻഡ് ഗോ വിത്ത് ദ ഫ്ലോ. മുൻപേ പറഞ്ഞ പോലെ അവസരങ്ങൾ കണ്ടെത്താനായി ഒരു റിസീവിംഗ് മൈൻഡ് വേണം. നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ലേഖകൻ സോഫ്റ്റ്വെയർ കോഡിനോടാണ് ഉപമിക്കുന്നത്. കോഡിംഗ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പിഴവുണ്ടായാൽ മതി അത് മുഴുവൻ തെറ്റിപ്പോകാൻ. ഒരു ക്യാരക്ടറിന്റെ പൊസിഷൻ മാറിക്കിടന്നാൽ പോലും കോഡ് തെറ്റും, സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യില്ല. ഇതിന്റെ മറുവശം ചിന്തിച്ചാൽ ചിലപ്പോഴെങ്കിലും ഒരു ചെറിയ തെറ്റിദ്ധരുത്തൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ പൊസിഷൻ ചെറുതായി മാറ്റിക്കൊടുത്താൽ തന്നെ കാര്യങ്ങൾ ശരിയാവും. ട്രേഡിംഗിൽ നമുക്ക് പല ഐഡിയകളും ചിന്തകളും കാണും. അതിൽ ചെറിയ തെറ്റുകളും കാണും. ഈ തെറ്റുകൾ തിരുത്താൻ തയ്യാറായാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ വരും. തെറ്റ് മനസ്സിലാക്കാൻ അനുഭവങ്ങൾ വേണം. അനുഭവങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടങ്ങളുടെ വില കൊടുക്കേണ്ടതായും വരും. അങ്ങനെ തെറ്റുതിരുത്തി പുതിയൊരു മാറ്റം വരുമ്പോൾ ഈ ബുദ്ധി എന്താ നേരത്തെ തോന്നാത്തത് എന്ന് ചിന്തിക്കും. ലേഖകൻ ഇതിനെ ആഹാ സിറ്റുവേഷൻ എന്ന് വിളിക്കുന്നു. വിപണിയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള നേട്ടം നേടാൻ ധാരാളം മാർഗങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം മുൻപ് വേണ്ടത് നല്ലൊരു മനസ്സാണ്. ഫസ്റ്റ് യു ഷുഡ് ബി വില്ലിംഗ് ടു ഗെറ്റ് യുവർ മൈൻഡ് റൈറ്റ്. വിപണിയിൽ നിന്നും ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ നിങ്ങളെ ചിലപ്പോൾ ദുഃഖിപ്പിച്ചേക്കാം. എന്നാൽ അവ വെറും വാർത്തകളാണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം.